إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം, നിത്യമായ ജാഗ്രത എപ്പോഴും എന്നും നമ്മുടെ ജീവിതത്തിൽ വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണ് മരണപ്പെട്ട വ്യക്തികൾ, ശക്തികൾ അല്ലെങ്കിൽ മഹാന്മാർ അവർ നമ്മുടെ വിളി കേൾക്കുവാനും ഉത്തരം നൽകാനും കഴിവുണ്ട് എന്ന അർത്ഥത്തിൽ അവരെ വിളിക്കുന്നവരുമുണ്ട്, അല്ലെങ്കിൽ അവരെ മധ്യവർത്തികളാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് തീർന്നവരുമുണ്ട്. ആധുനികമായി അവരുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ മരണപ്പെട്ടു പോയ മഹാന്മാരാണ് എന്ന് നമ്മൾ ഗണിക്കുന്നവരും അല്ലാത്തവരും അള്ളാഹുവിനടുക്കൽ നമ്മുടെ ശുപാർശകരാണ് എന്നുള്ള വിശ്വാസമാണ്. അതാണ് മക്കയിലെ മുശ്രിക്കുള്ള വിശ്വാസം പോലും അത്തരത്തിലുള്ളായിരുന്നു. ഈ ലാത്ത, ഇബ്രാഹിം നബി, ഉസ്സ എന്നൊക്കെ പറയുന്ന ആരാണ്? ഈ മഹാന്മാർ നമ്മുടെ അള്ളാഹുവിനെക്കുള്ള ശുപാർശകന്മാരാണ്. എന്നാൽ എന്താണ് ഇസ്ലാം ഈ ശുപാർശയെക്കുറിച്ച്, ശഫാഅത്തിനെ കുറിച്ച് നമ്മെ പഠിപ്പിച്ചു തരുന്നത്? നമുക്കറിയാം, ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വിഷയമാണ് മഹ്ശറിൽ ജനങ്ങളിങ്ങനെ ഭീതിയിൽ, അതിൻ്റെ മൗഖിഫിൽ, ഭയാനകതയിൽ, അതിൽ പോലും രക്ഷപ്പെടുത്താൻ വേണ്ടി ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്നൊരു സന്ദർഭമുണ്ട്. അപ്പോൾ അവർ ഒന്നടങ്കം മുഴുവൻ ജനങ്ങളും ആദ്യം പോകുക നമ്മുടെ പിതാവായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്തേക്കും. എന്തിന്? വിചാരണ നടക്കുന്നില്ല, സ്വർഗത്തിൽ പോകേണ്ടവർക്ക് സ്വർഗത്തിലേക്ക് പോകണം. ഇതിങ്ങനെ നീണ്ടു 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 പോവുകയാണ്. അപ്പോൾ ഒന്ന് പെട്ടെന്ന് വിചാരണ കഴിഞ്ഞിരുന്നെങ്കിൽ, അപ്പോൾ ജനങ്ങൾ ഒന്നടക്കം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്ത് പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു തരുന്നുണ്ട്. ഇദാ കാന യൗമുൽ ഖിയാമത്തി മാജൻ നാസു ബഅ്ദുഹും ഇലാ ബഅ്ദിൻ ഫയതൂന ആദമ ഫയഖൂലൂന ലഹു ഇശ്ഫ ലിസുല്യതിക. ജനങ്ങൾ ഒന്നടങ്കം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്ത് പോയിട്ട് പറയും, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ശുപാർശ നടത്തണം. അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയും, ഫയഖൂലു ലസ്തു ലഹ, എനിക്കത് സാധ്യമല്ല, ഞാൻ അതിന് അർഹനല്ല. വലാകിൻ അലൈക്കും ഇബ്രാഹിം ഫഇന്നഹു ഖലീലുല്ലാഹ്. പക്ഷേ ഇബ്രാഹിം നബിയുണ്ട് അപ്പുറം, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോടുക. അദ്ദേഹം ആരാണ്? അദ്ദേഹം അള്ളാഹുവിൻ്റെ ഖലീലാണ്. അപ്പൊ ജനങ്ങൾ ഒന്നെടുക്കും. പിന്നെ ആരുടെ അടുത്തേക്കാണ് പോകുന്നത്? ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്കാണ്. ഫയഅതൂന ഇബ്രാഹിം ഫയഖൂലു ലസ്തു ലഹ. ജനങ്ങൾ പോയിട്ട് ഇതേ ആവശ്യം പറയും, ഒന്ന് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യണം, വിചാരണ നടക്കണം. ഞാനാളല്ല, എനിക്ക് ശുപാർശ ചെയ്യാൻ പറ്റൂല, ലസ്തു ലഹ, ഞാൻ അതിനാളല്ല. വലാകിൻ അലൈക്കും ബി മൂസ, പക്ഷെ മൂസയുണ്ട്. വഇന്നഹു കലീമുല്ലാഹ്, അദ്ദേഹം അള്ളാഹുവിൻ്റെ കലീമാണ്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോടുക എന്ന് പറയും.
അപ്പൊ ജനങ്ങള് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് പോകും. ഇതേ മറുപടി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയും, ലസ്തു ലഹ, ഞാൻ ആളല്ല, വലാകിൻ അലൈക്കും ബീസ ഫഇന്നഹു റൂഹുല്ലാഹ്. പക്ഷെ ഈസാ നബിയുടെ അപ്പുറം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോട്, അദ്ദേഹം അള്ളാഹുവിന്റെ റൂഹാണെന്ന് പറയും. ഈസാ നബിയും ഇതേ മറുപടി തന്നെ, ലസ്തു ലഹ, ഞാൻ ആളല്ല, പക്ഷെ നിങ്ങൾക്ക് ആരുണ്ട്, മുഹമ്മദ് നബിയുടെ അപ്പുറം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോട് എന്ന് പറയും. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് ജനങ്ങളൊന്നടക്കം വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഅഖൂലു അനാ ലഹ, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക ചെയ്യുന്ന അറിയുമോ, ഫന്തലികു ഫഅസ്തൈസിനു അലാ റബ്ബി ഫഉസ്നു ലി, ഞാൻ അല്ലാഹുവിന്റെ അനുമതിക്കായി കാത്തു നിൽക്കും, അനുമതിക്കായി കണ്ട് ഞാൻ പോകും, ഞാൻ അല്ലാഹുവിനോട് അനുമതി ചോദിക്കും, എനിക്ക് അനുമതി നൽകപ്പെടും. ശുപാർശ പെട്ടെന്നങ്ങ് ചെയ്യുകയല്ല, പക്ഷെ നീണ്ട നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നീണ്ട നേരം തഹ്മീദിലും തക്ബീറിലും തഹ്ലീലുമായി അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അനുമതിക്കായി കാത്തു നിൽക്കും. അപ്പോൾ എനിക്ക് അനുമതി നൽകപ്പെടും. എനിക്കത് ഇപ്പോൾ ചെയ്യാൻ വേണ്ടി സാധ്യമല്ല, എനിക്ക് ഇപ്പോൾ അത് ചെയ്യാൻ വേണ്ടി സാധ്യമല്ല. ആ സമയത്ത് ഞാനത് നീണ്ട നേരം സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അല്ലാഹുവിനോട് അനുമതിക്ക് വേണ്ടി ചോദിക്കും. അപ്പോൾ എനിക്ക് അനുമതി നൽകപ്പെടുമെന്നാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിയാറുകൾക്കിടയിൽ വിധി തീർപ്പിക്കുന്നതിന് വേണ്ടി ശഫാഅത്ത് നടത്തും, അനുമതി കിട്ടും. ഇതാണ് അഷ്ശഫാഅത്തുൽ കുബ്ര എന്ന് പറയുന്നത്. അഷ്ശഫാഅത്തുൽ കുബ്ര, മഹത്തായ ശഫാഅത്ത്. ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്ന ശഫാഅത്ത്, അത് തന്നെ അല്ലാഹുവിനോട് അനുമതിക്ക് വേണ്ടി നീണ്ട പ്രയത്നത്തിൽ ഏർപ്പെടും. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതി കൊടുക്കും. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ദുആ ഇരക്കും. മറ്റൊന്ന്, സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർക്ക് വേണ്ടി മഹ്ശറിൽ വെച്ചിട്ടുള്ള ശഫാഅത്താണ്. ഇത് വിചാരണ. സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുണ്ട്, ആ പ്രവേശിക്കുന്നവർക്ക് വേണ്ടിയുള്ള ശഫാഅത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, യാ മുഹമ്മദ് ഇർഫഅ റഅസക്, താങ്കളുടെ തല ഉയർത്ത്, സൽ തുഅത വഷ്ഫഅ തുശഫഅ, താങ്കൾ ചോദിച്ചോ നൽകപ്പെടും, താങ്കൾ ശുപാർശ ചെയ്തോ ശുപാർശ സ്വീകരിക്കപ്പെടും. ഫഅർഫഉ റഅസി, ഞാൻ അപ്പോൾ എൻ്റെ തല ഉയർത്തും. ഫഅഖൂലു ഉമ്മത്തി യാ റബ്ബ്, ഉമ്മത്തി യാ റബ്ബ്, അപ്പോൾ ഞാൻ പറയും, എൻ്റെ ഉമ്മത്തി റബ്ബേ, എൻ്റെ ഉമ്മത്തി റബ്ബേ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, യാ മുഹമ്മദ് അദ്ഖിൽ മിൻ ഉമ്മത്തിക മൻ ലാ ഇസാബ അലൈഹിം മിനൽ ബാബിൽ ഐമനി മിൻ അബ്വാബിൽ ജന്ന. സ്വർഗത്തിലെ വലതുഭാഗത്തുള്ള വാതിലുണ്ട്, ആ വാതിലൂടെ, സ്വർഗവാതിലുകൾപ്പെട്ട വലതുഭാഗത്തിൽപ്പെട്ട വാതിലൂടെ വിചാരണയില്ലാത്തവരെയും കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുമെന്നാണ്. സഹോദരന്മാർ, അതുപോലെയുള്ള ശഫാഅത്താണ് അബൂ താലിബിന് ശിക്ഷ ലഘൂകരിക്കാനുള്ള ശഫാഅത്ത്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകർ, യാ റസൂലല്ലാഹ്, ഇന്ന അബാ താലിബിൻ കാന യഹൂതുക വയൻസുറുക ഫൽനഫു ദാലിക, അബൂ താലിബ് താങ്കളെ സംരക്ഷിച്ചിട്ടുണ്ട്, താങ്കളെ സഹായിച്ചിട്ടുണ്ട്, അത് അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിൽ ഉപകാരം ചെയ്യുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട് സഹാബികൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജത്തു ഫീ ഖറാത്തിൻ മിനൻ നാരി ഫഅഖ്റജതു ഇലാ ലഹ്ലാഹിൻ, അദ്ദേഹത്തെ ഞാൻ നരകത്തിന്റെ അടിത്തട്ടിൽ കണ്ടു, ആ അടിത്തട്ടിൽ നിന്ന് അദ്ദേഹത്തെ മേലേക്ക്, അതായത് ശിക്ഷ ലഘൂകരിക്കുന്ന സ്ഥലമായ നരകത്തിന്റെ മേലെ തട്ടിലേക്ക് ഞാൻ കൊണ്ടുവന്നു. എങ്ങനെയെന്നറിയാമോ, ലഅല്ലഹു തൻഫഉ ശഫാഅതി യൗമൽ ഖിയാമത്തി ഫയുജഅലു ഫീ ലഹ്ലാഹിൻ മിനൻ നാരി യബ്ലുഗു കഅബൈ യഗ്ലി മിൻഹു ഉമ്മു ദിമാഗി. ഒരുപക്ഷെ അന്ത്യനാളിൽ എൻ്റെ ശഫാഅത്ത് അദ്ദേഹത്തിന് ഉപകരിച്ചേക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അപ്പോൾ അദ്ദേഹം നരകത്തിന്റെ തന്റെ നിര്യാണി വരെ തീ കത്തുന്ന വിധം ആഴം കുറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കപ്പെടുന്നതാണ്. അതിൽ അബൂ താലിബിന്റെ തലച്ചോർ തിളച്ചു മറിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നരകത്തിന്റെ ഏറ്റവും കുറഞ്ഞ ശിക്ഷ അനുഭവിക്കുന്ന സ്ഥലത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരപ്പെടും. അവിടെ വെച്ചിട്ട് പോലും അദ്ദേഹത്തിന്റെ തലച്ചോർ തിളച്ചു മറിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു ശഫാഅത്താണ്, നരകം അനിവാര്യമാണ്, നരകം അനിവാര്യമാണ്, പക്ഷേ ശാശ്വതമല്ല, ശാശ്വതവാസികളല്ല. നരകശിക്ഷ അവർ അനുഭവിക്കുകയാണ്. ആ അനുഭവിക്കുന്നവർക്ക്, ശാശ്വതവാസികളല്ലാത്ത മുസ്ലിങ്ങൾക്ക്, മുവഹിദുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ശഫാഅത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ റബ്ബ്
മാ ബാഖിയ ഫിന്നാരി ഇല്ലാ മൻ ഹബസഹുൽ ഖുർആൻ വവജബ അലൽ ഖുലൂദ്. ഖുർആൻ ശാശ്വതമാണ് എന്ന് പറഞ്ഞവർ നരകത്തിലുണ്ട്. അവരെ വിട്ടേക്ക്, അവരവിടെ ബാക്കി വെച്ചോ. അതല്ലാത്തവരുണ്ടല്ലോ, അവരെ നീ രക്ഷപ്പെടുത്തില്ലേ? അവർ വിശ്വാസികളല്ലേ, അവർ പാപം ചെയ്തിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യഖ്റുജു മിനൻ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വകാന ഫീ ഖൽബിഹി മിനൽ ഖൈരി മാ യസിനു ശഈറ. ഒരു യവത്തിന്റെ അത്ര അണുമണി തൂക്കം, ഒരു യവത്തിന്റെ അത്ര തൂക്കം ഈമാനുള്ളവരെ അവിടുന്ന് രക്ഷപ്പെടുത്തും. സുമ്മ യഖ്റുജു മിനൻ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വകാന ഫീ ഖൽബിഹി മിനൽ ഖൈരി മാ യസിനു ബുർറ. ഒരു ഗോതമ്പിന്റെ മണിയോളം തൂക്കം ഈമാനുള്ളവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. സുമ്മ യഖ്റുജു മിനൻ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വകാന ഫീ ഖൽബിഹി മാ യസീനു മിനൽ ഖൈരി സററതൻ. ഒരു പരമാണുവിന്റെ തൂക്കം ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ച ഈമാനുള്ളവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാർ, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്ന ശഫാഅത്താണ്. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഫാഅത്ത് കിട്ടിയത്? അള്ളാഹുവിന്റെ അനുമതിക്കായി വേണ്ടി കാത്തിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുമതി നൽകി. മറ്റൊരു ശഫാഅത്ത് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ റജുലിൻ മുസ്ലിമിൻ യമൂതു ഫയഖൂലു അലാ ജനാസതിഹി 40 റജുലൻ ലാ യുശ്രികൂന ബില്ലാഹി ഷൈഅൻ ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീഹി. ഒരു മുസ്ലിമായ മനുഷ്യൻ മരിക്കുന്നു, അപ്പോൾ അയാളുടെ ജനാസക്കായി അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കുചേർക്കാത്ത 40 ആളുകൾ നിസ്കരിക്കുന്നു എങ്കിൽ അയാളുടെ വിഷയത്തിൽ അവരുടെ ശുപാർശ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക തന്നെ ചെയ്യും. അവരുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക തന്നെ ചെയ്യും. ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചു, മുവഹിദാണ്, 40 ആള് മുവഹിദുകളായ അല്ലാഹുവിൽ യാതൊരു തരത്തിലും പങ്കുചേർക്കാത്ത ആൾക്കാർ നിസ്കരിക്കുകയാണ്. അപ്പോൾ ആ നിസ്കാരത്തിൽ അവർ ചൊല്ലുന്ന പ്രാർത്ഥന അയാൾക്ക് ഉപകാരപ്പെടും. അയാളുടെ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, ഈ ശഫാഅത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ആദ്യം സൂചിപ്പിച്ചു. എന്നാൽ ആത്യന്തികമായ ശഫാഅത്തുള്ള അധികാരം ആർക്കാണ്? അത് നമ്മൾ പഠിക്കേണ്ടതാണ്. കുല്ലില്ലാഹി ശഫാഅത്തു ജമീഅ ലഹു മുൽക്കു സമാവാതി വൽ അർദ് സുമ്മ ഇലൈഹി തുർജഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലാഹുവിന്റെ മാത്രമാണ് ശഫാഅത്ത് മുഴുവനും, അവന്റെ മാത്രമാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം, പിന്നീട് അവങ്കലേക്ക് തന്നെയാണ് നിങ്ങൾ മടക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ശഫാഅത്ത് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ മാത്രമാണ്. അപ്പൊ ശഫാഅത്ത് ചെയ്യുന്നവർക്ക് ശഫാഅത്ത് ചെയ്യുവാൻ അല്ലാഹുവിൽ നിന്നുള്ള അനുമതി ഉണ്ടായിരിക്കണം. ഞാനിതാ ശഫാഅത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ശഫാഅത്ത് ചെയ്യലല്ല, പ്രത്യേകമായ അല്ലാഹുവിൽ നിന്നുള്ള അനുമതി ലഭിച്ചവരായിരിക്കണം അല്ലാഹുവിലേക്ക് ശഫാഅത്ത് ചെയ്യേണ്ടത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇസ്നി. അല്ലാഹുവിന്റെ മാത്രമാണ് ആകാശഭൂമികളുടെ വക്കിയും, അവന്റെ അനുവാദപ്രകാരമല്ലാതെ അവന്റെ അടുക്കൽ ശഫാഅത്ത് നടത്തുവാൻ ആരാണുള്ളത്? അവന്റെ അനുവാദമില്ലാതെ അവന്റെ അടുക്കൽ ശഫാഅത്ത് നടത്തുവാൻ ആരാണുള്ളത്? അവരുടെ മുമ്പിലുള്ളതും പിന്നിലുള്ളതും ഒക്കെയും അല്ലാഹു അറിയുന്നു. ശഫാഅത്ത് ലഭിക്കേണ്ടവൻ അല്ലാഹു തൃപ്തിപ്പെട്ടവരായിരിക്കണം. ഒന്ന്, ശഫാഅത്ത് ചെയ്യുന്നവർക്ക് അല്ലാഹുവിന്റെ അനുവാദം ഉണ്ടായിരിക്കണം. 2, ശഫാഅത്ത് ലഭിക്കേണ്ടവരോ അവരും അല്ലാഹുവിന്റെ തൃപ്തി ലഭിച്ചവരായിരിക്കണം. ആർക്കാണോ ഒരാൾ ശഫാഅത്ത് ചെയ്യുന്നത് ആ വ്യക്തിക്ക് അല്ലാഹുവിന്റെ അനുമതി ഉണ്ടാകണം. ആർക്ക് വേണ്ടിയിട്ടാണോ ശഫാഅത്ത് ചെയ്യുന്നത് അവന് അല്ലാഹുവിന്റെ തൃപ്തി ലഭിച്ചവരായിരിക്കണം. തമാശയും കളിയല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതളാ വഹും മിൻ ഖശിയതിഹി മുശ്ഫിഖൂൻ. അവരുടെ മുമ്പിലുള്ളതും പിമ്പിലുള്ളതും അവൻ അറിയുന്നു. അവൻ തൃപ്തിപ്പെട്ടവർക്കല്ലാതെ അവർ ശഫാഅത്ത് ചെയ്യുകയില്ല. ഇന്ന വ്യക്തി അയാൾ ഹറാമിൽ വിരിച്ച് മരിച്ചുപോയ ആളാണ്, അയാൾക്ക് ശഫാഅത്തുള്ള അവസരം കിട്ടുകയില്ല, അർഹത കിട്ടുകയില്ല. ഒരാൾ ശിർക്ക് ചെയ്ത് വിശ്വാസം ജീവിച്ച് അങ്ങനെ മരിച്ചുപോയ ആൾക്കാണ്, അയാൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി പറ്റുകയില്ല. ഒരാൾ അല്ലാഹുവിന്റെ കോപത്തിന് വിധേയനായ വ്യക്തിയാണ്, അയാൾക്ക് വേണ്ടി ശഫാഅത്തുള്ള അവസരം ലഭിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടവനായിരിക്കണം. യൗമഇദിൻ ലാ തൻഫഉ ശഫാഅത്തു ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ വറളിയ ലഹു ഖൗല. അന്നേ ദിവസം പരമകാരുണികൻ ആരുടെ കാര്യത്തിൽ
അനുമതി നൽകുകയും ആരുടെ വാക്ക് തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നുവോ അവനല്ലാതെ ശഫാഅത്ത് പ്രയോജനപ്പെടുകയില്ല. അള്ളാഹുവിന്റെ ശഫാഅത്ത് പ്രയോജനപ്പെട്ടെങ്കിൽ അള്ളാഹുവിന്റെ പ്രത്യേകം അനുവാദമുള്ളവർക്കായിരിക്കണം. എല്ലാവർക്കും ഞാൻ ശഫാഅത്ത് എന്ന് വെച്ച് വാരി കൊടുക്കാൻ കഴിയില്ല. അള്ളാഹു തൃപ്തിപ്പെട്ടവരായിരിക്കണം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വകം മിൻ മലക്കിൻ ഫിസ് സമാവാത് ലാ തുഗ്നി ശഫാഅത്തും ശൈഅ ഇല്ലാ മിൻ ബഅദി അൻ യഅ്സന അല്ലാഹു ലിമൻ യശാഉ വ യർളാ. ആകാശങ്ങളിൽ എത്രയെത്ര മലക്കുകളാണ് ഉള്ളത്. അവരുടെ ശഫാഅത്ത് യാതൊരു പ്രയോജനവും ചെയ്യുകയില്ല. അല്ലാഹു അവൻ ഉദ്ദേശിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്നവർക്ക് അനുവാദം നൽകിയതിന് ശേഷമല്ലാതെ. ഇപ്പോൾ അള്ളാഹുവിനെ വേണ്ടിയിട്ട് ശഫാഅത്ത് എന്ന രീതിയിൽ പ്രാർത്ഥിച്ച അത് അള്ളാഹുവിനടുക്ക് ഫലം ചെയ്യുകയില്ല. എത്രയെത്ര മലക്കുകളുണ്ട്, അവരുടെ ശഫാഅത്ത് പ്രയോജനം ചെയ്യുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകിയവർക്കല്ലാതെ. ആർക്കാണോ ശഫാഅത്ത് നൽകുന്നത് അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടവർക്കല്ലാതെ. അപ്പൊ ശഫാഅത്തിന്റെ യഥാർത്ഥ അധികാരം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മാത്രമാണ്. ശഫാഅത്ത് ചെയ്യുന്നവർ ശഫാഅത്ത് ചെയ്യണമെങ്കിൽ അവന് അനുമതി ഉണ്ടായിരിക്കണം. ശഫാഅത്ത് ലഭിക്കേണ്ടവർ അള്ളാഹു തൃപ്തിപ്പെട്ട വാക്കുകളുടെയും കർമ്മങ്ങളുടെയും ഉടമകളായിരിക്കണം. ശഫാഅത്ത് ചെയ്യുന്നവർ എത്ര മഹത്വമുള്ള ആളായാലും ശഫാഅത്ത് ലഭിക്കേണ്ടവർ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഉടമയല്ലെങ്കിലും അത് പ്രയോജനം ചെയ്യുകയില്ല. സഹോദരന്മാരെ, മഹ്ശറിൽ വെച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ പിതാവിനെ കാണുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, ഇൽകാ ഇബ്രാഹിം അബാഹു ആസർ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ പിതാവിനെ കണ്ടു. വഅലാ വജി ആസർ ഖതറത്തുൻ വഗബറത്തുൻ. അദ്ദേഹത്തിന്റെ മുഖമാകട്ടെ, ഖതറ എന്ന് പറഞ്ഞാൽ ളുൽബ്, കുഫ്ർ എന്ന് പറഞ്ഞാൽ പൊടി പുരണ്ടതും കൂരിരുട്ട് നിറഞ്ഞ രീതിയിൽ പൊടിയൊക്കെ പുരണ്ട അവസ്ഥയിലായിരിക്കും. ആരുടെ പിതാവ്? ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ്. അപ്പൊ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിതാവിനോട് ഇബ്രാഹിം അലം അഖുൽ ലക ലാ തഹ്സിനി, ഞാൻ പറഞ്ഞില്ലേ എന്റെ പിതാവേ എന്നെ ധിക്കരിക്കാൻ വേണ്ടി പാടുള്ളതല്ല. ഫയഖൂലു അബൂഹു ഫൽയൗമ ലാ അർസിക. അപ്പൊ അന്നത്തെ ദിവസം പിതാവ് പറയും, ഞാൻ ഇന്ന് നിന്നോട് ഒരു ധിക്കാരം ചെയ്യില്ല, നീ പറയുന്നത് എല്ലാം അനുസരിക്കും. ഫയഖൂലു ഇബ്രാഹിം യാ റബ്ബ്, ഇബ്രാഹിം നബി പ്രാർത്ഥിക്കും, ശുപാർശ ചെയ്യാൻ വേണ്ടി നോക്കും. അല്ലാഹുവേ, യാ റബ്ബ് ഇന്നക വഅദ്തനി അല്ലാ തുഖ്സിയനി യൗമ യുബഅസൂൻ, നീ എന്നോട് വാഗ്ദാനം നൽകിയിട്ടില്ലയോ ആളുകൾ ഉയർത്തെഴുന്നേൽക്കപ്പെടുന്ന ദിവസം എന്നെ അപമാനിക്കുകയില്ലെന്ന്. നീ എനിക്ക് വാഗ്ദാനം നൽകിയിട്ടില്ലയോ, എനിക്ക് വാഗ്ദാനം നൽകിയിട്ടില്ലയോ. വിദൂരനായ എന്റെ പിതാവിന് ലഭിക്കുന്ന നിന്ദ്യതയേക്കാൾ എന്ത് നിന്ദ്യതയാണ് എനിക്ക് ലഭിക്കാനുള്ളത്. അല്ലാഹുവേ, ഉയർത്തെഴുന്നേൽക്കപ്പെടുന്ന ദിവസം നീ എന്നെ അപമാനിക്കില്ല എന്ന് നീ എനിക്ക് വാഗ്ദാനം നൽകിയില്ലയോ. എന്റെ പിതാവിന്റെ അവസ്ഥ നോക്ക്, അദ്ദേഹത്തെ നരകത്തിലെറിയാൻ വേണ്ടി പോവുകയാണ്. അദ്ദേഹത്തിന് കിട്ടുന്ന അപമാനത്തെക്കാൾ എന്ത് അപമാനമാണ് എനിക്ക് ഇനി ഏൽക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നീ എന്റെ വാഗ്ദാനം പാലിക്കണമെന്ന് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം പിതാവിന് വേണ്ടി ശുപാർശ ചെയ്യാൻ വേണ്ടി നോക്കുമെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇന്നി ഹറംതുൽ ജന്നത ലൽ കാഫിരീൻ, സത്യനിഷേധികളായ ആൾക്ക് സ്വർഗ്ഗം നാം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നാണ്, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്നാണ്. സഹോദരന്മാർ, അതുകൊണ്ട് തന്നെ ശുപാർശ ചെയ്യപ്പെടുന്ന വ്യക്തി എത്ര മഹാൻ എന്നുള്ള, ശുപാർശ ചെയ്യപ്പെടുന്ന വ്യക്തി ആർക്കാണ്? അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടവരാണെങ്കിൽ മാത്രമേ ആ ശുപാർശ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നബിമാർക്കും സഹോദരന്മാരെ ഇഹ്ലോകത്ത് വെച്ച് ഉത്തരം നൽകപ്പെടുന്ന ഒരു ദുആയ പ്രാർത്ഥന നൽകുകയുണ്ടായി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴികെ എല്ലാവരും ഈ ദുനിയാവിൽ വെച്ചിട്ട് ദുആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദുആ എന്താക്കി തന്റെ ഉമ്മത്തിന് വേണ്ടി പരലോകത്തേക്ക് മാറ്റിവെച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലികുല്ലി നബിയിൻ ദഅവത്തുൻ ദആ ലി ഉമ്മത്തിഹി വഇന്നി അഖ്തബതു ദഅവതി ശഫാഅത്തുൽ ലി ഉമ്മത്തി യൗമൽ ഖിയാമ. എല്ലാ നബിമാർക്കും ഒരു ദുആയുണ്ട്. ഓരോ നബിയും തന്റെ ഉമ്മത്തിനായി അതുകൊണ്ട് ദുആ ചെയ്തു. തീർച്ചയായും എന്റെ ദുആ ഞാൻ എന്താക്കി, ഉമ്മത്തികൾക്ക് അന്ത്യനാളിൽ ശഫാഅത്തിന് വേണ്ടി ഞാൻ സൂക്ഷിച്ചു എന്നാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആത്യന്തികമായി ശുപാർശ ചെയ്യാൻ അധികാരമുള്ള വ്യക്തി. മറ്റൊന്നാരാണ്? മലക്കുകൾ, നബിമാർ, ശുഹദാക്കൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യുഹ്മലുൻ നാസു അലാ സിറാത്തി യൗമൽ ഖിയാമ ഫതകാദഹു ബിഹിൽ വതകാദിഹുൽ ജനബത്തു സിറാത്തി
സഖാദുൽ ഫറാഷ് പിന്നാർ. അന്ത്യകാല ജനങ്ങൾ സിറാത്തിന്റെ മേൽ കയറ്റപ്പെടും. അപ്പോൾ പാറ്റകൾ തീയിന്റെ മേൽക്കുമേൽ വീഴുന്നത് പോലെ സിറാത്തിന്റെ പാർശ്വം അവർ ചിലരിലേക്ക് ഇങ്ങനെ നരകത്തിലേക്ക് വീണുകൊണ്ടേയിരിക്കുമെന്നാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഉദ്ദേശിക്കുന്നവരെ രക്ഷപ്പെടുത്തും. ചില മലക്കുകൾക്കും നബിമാർക്കും ശുഹദാക്കൾക്കും ശുപാർശ ചെയ്യാൻ, ഷഫാഅത്ത് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകും. അങ്ങനെ അവർ ശുപാർശ ചെയ്യും, ഷഫാഅത്ത് ചെയ്യും. അവർ പലരെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോ ശുപാർശക്ക് പ്രത്യേകം അനുമതി ലഭിക്കുന്നവരായി മാറും മലക്കുകളും നബിമാരും ശുഹദാക്കളും. പിന്നീട് അതുപോലെ തന്നെ ശുഹദാക്കളെ പറ്റി കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിക്ക് അള്ളാഹുവിന്റെ അടുത്ത് 6 കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാളുടെ ബന്ധുക്കളിൽ 70 പേരുടെ കാര്യത്തിൽ അയാൾക്ക് ശഫായത്ത് സ്വീകരിക്കപ്പെടും, അതിനുള്ള അനുവാദം ലഭിക്കുമെന്നാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ് കുട്ടികൾക്ക് ശുപാർശ ചെയ്യാനുള്ള അനുവാദം ലഭിക്കും. മാബിൽ മുസ്ലിമീൻ യമൂതു ബൈനഹുമാ സലാസത്തുൻ ഔലാദി ലം യബ്ലുഗുൽ ഹിൻസ്. മുസ്ലിങ്ങളായ മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികളിൽ നിന്ന് പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്ത 3 പേര് മരണപ്പെടുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്തിന്റെ മഹത്വം കൊണ്ട് അവരോടുള്ള കാര്യത്തിൽ ആ മാതാപിതാക്കളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള അനുവാദം ആ കുട്ടികൾക്ക് നൽകുമെന്നാണ്. ചില ഹദീസുകൾ കാണാം, ആ കുട്ടികൾ സ്വന്തം ഉമ്മാനെയും ഉപ്പാനെയും അവരുടെ ഡ്രസ്സ് പിടിച്ച് വലിച്ചിട്ട് സ്വർഗത്തിലേക്ക് ഇങ്ങനെ പിടിച്ച് കയറ്റുമെന്നാണ്. കാരണം അവരെ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പേ മരണപ്പെട്ടു പോയ കുട്ടികളായിരുന്നു. ചില റിപ്പോർട്ടിൽ കാണാം, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല, എൻ്റെ ഉപ്പയും ഉമ്മയും കയറാതെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പ്രായപൂർത്തി എത്താണ് മരണപ്പെട്ടു പോയ കുട്ടികൾ വാശി പിടിക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടികൾക്ക് അനുവാദം നൽകുമെന്ന്. നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ കയറ്റിക്കും. അപ്പൊ കുട്ടികളുടെ ശുപാർശ. മറ്റത് വിശുദ്ധ ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക, കാരണം അത് അന്ത്യനാളിൽ അതിൻ്റെ ആളുകൾക്ക് ശുപാർശകനായി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലത്തെ സൂറത്ത് മുൽക്കിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സൂറത്ത മിനൽ ഖുർആനി 30 ആയ ശഫഅത്തിൽ ലിറജുലിൻ ഹത്താ ഗുഫിറ ലഹു വയ സൂറ. നിശ്ചയം ഖുർആനിൽ ഒരു സൂറത്ത് 30 ആയത്തുകളാണുള്ളത്. അതൊരു വ്യക്തിക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്തു, അങ്ങനെ അദ്ദേഹത്തിന് പൊറുക്കപ്പെട്ടു. അതത്രേ തബാറക സൂറത്തുൽ മുൽക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നോമ്പ് ശുപാർശ ചെയ്യും. അസിയാമു വൽ ഖുർആനു യശ്ഫആനി ലിഅബ്ദി യൗമൽ ഖിയാമ. നോമ്പും ഖുർആനും ഖിയാമത്ത് നാളിൽ ശുപാർശകരായി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ശഫാഅത്തിന്റെ ഇനങ്ങളെക്കുറിച്ചും മറ്റും നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ നല്ല അറിവ് നേടാൻ വേണ്ടി പരിശ്രമിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. നമ്മൾ ഈ പറഞ്ഞതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ അടിഞ്ഞുകൂടിയ ശിർക്കൻ വിശ്വാസങ്ങൾ. ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ അയാൾ മഹാനാണെന്ന് സങ്കല്പിക്കുക, അല്ല ഇന്നിടത്ത് ഇന്ന് മഹാനുണ്ട്, അയാളുടെ ദർഗുണ്ട്, ജാറുണ്ട്, മക്കാമുണ്ട് എന്ന് സങ്കല്പിക്കുക. അതിൻ്റെ പേരിൽ ബിൽഡിംഗ് എടുക്കുക, ഇടുപ്പുണ്ടാക്കുക, അവിടെ ബത്തി കത്തിക്കുക, ഊതത്തി കത്തിക്കുക, ഡ്രസ്സ് മൂടുക, ഇങ്ങനെയുള്ള ചന്തത്തിന് കത്തിക്കുക. ഇങ്ങനെയുള്ള ദുരാചാരങ്ങളൊക്കെയും ഈ സമൂഹത്തിൽ പടർന്ന് പന്തലിച്ചത് അവർക്കൊക്കെയും അല്ലാഹു സുബ്ഹാനത്തിലേക്ക് ശഫാഅത്ത് നൽകാനുള്ള അധികാരമുണ്ട് എന്നുള്ള നമ്മുടെ മുസ്ലിം ഉമ്മത്തിൽ വന്ന മൂഢധാരണയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉറൂസുകളും ജാറത്തിലും മറ്റും മക്കാമുകളിലൊക്കെ ഉത്സവങ്ങളും മറ്റുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത്. ഈ മഹാൻ നമുക്ക് എന്തെങ്കിലും തരത്തിൽ അല്ലാഹുവിൻ്റെ അടുക്കൽ ഉപകാരം ചെയ്യാനുള്ള കഴിവുള്ള ആളാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ്. സഹോദരന്മാരെ, ഷഫായത്തിന് ഏറ്റവും അർഹനായ പ്രവാചകന്മാർ പോലും അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ അനുമതി കിട്ടിയതിന് ശേഷമാണ് ഷഫായത്ത് നടത്തുന്നത് ഖിയാമത്ത് നാളിൽ. അതിന് ആർക്കാണോ ഷഫായത്ത് ചെയ്യേണ്ടത് അവർക്കുള്ള പ്രത്യേക അനുമതി ഉണ്ടായിരിക്കണം. അല്ലാത്ത ഒരു ഷഫായത്തുകളും
പ്രയോജനം ചെയ്യുകയില്ല എന്നാണ്. മലക്കുകളുടെ ശഫാഅത്താകട്ടെ, അതാണ് ഖുർആൻ അർത്ഥശങ്കക്ക് ഇടയില്ലാത്ത രൂപത്തിൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് ഇത്തരം മൂഢവിശ്വാസങ്ങൾ ഉണ്ടാകുക? ഇനി ശഫാഅത്ത് ലഭിക്കാൻ അർഹതയുള്ളവർ ആരാണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലിക്കുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ എന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞ ഹദീസ്, എല്ലാ പ്രവാചകന്മാർക്കും ഉത്തരം നൽകുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അവരെല്ലാം അവരുടെ ഉമ്മത്തിന് വേണ്ടിയിട്ടാണ് അത് വിനിയോഗിച്ചത്. ഞാനത് ഖിയാമത്ത് നാളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ശഫാഅത്ത് ചെയ്യുന്നത്? ഫയനഇലത്തുൻ ഇൻഷാ അല്ലാഹ് മൻ മാത മിൻ ഉമ്മത്തി മൻ മാത മിൻ ഉമ്മത്തി ലാ യുശ്രികു ബില്ലാഹി ശൈഅ. എന്റെ ഉമ്മത്തിൽ നിന്ന് അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ ആരാണ് മരണപ്പെട്ടത് അവന് വേണ്ടിയിട്ടാണ് എൻ്റെ ശഫാഅത്ത്. അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം? എൻ്റെ ഉമ്മത്തിൽ നിന്ന് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരുണ്ടാകും. എൻ്റെ ഉമ്മത്തിൽ നിന്ന് അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ ആരാണ് മരണപ്പെട്ടത് അവന് വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ ശഫാഅത്ത്. സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻ അസദുൻ നാസി ബിശഫാഅതിക യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ റസൂലേ, അന്ത്യനാളിൽ താങ്കളുടെ ശഫാഅത്ത് ലഭിക്കുന്ന അതിഭാഗ്യവന്മാർ ആരാണ്? ആ മഹാഭാഗ്യം ലഭിക്കുക ആർക്കാണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ഖാലിസൻ മിൻ ഖൽബിഹി ഔ നഫ്സിഹി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇഖ്ലാസോട് കൂടി സ്വന്തം ഹൃദയത്തിലും ശരീരത്തിലും സൂക്ഷിച്ചു അങ്ങനെ പ്രഖ്യാപിച്ച ഒരു വ്യക്തി, കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ, എന്നാൽ ദർഗയിലും ജാറിലും മക്കാമിലും ഉറൂസിലും ചന്ദനക്കൂടത്തിലും ഒക്കെ പങ്കെടുക്കാം, അവരെ കുറിച്ചല്ല. മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചു അത് ഇഖ്ലാസോട് കൂട്ടിക്കൊണ്ട് നടന്ന വ്യക്തി, അവനാണ് എൻ്റെ ശഫാഅത്ത് ഉപകരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സഹോദരന്മാരെ, മറ്റ് ശഫാഅത്ത് ലഭിക്കാനുള്ള കാരണങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ സലാത്ത് വർദ്ധിപ്പിച്ചവർക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സല്ല അലയ്യ ഹീന യുസ്ബിഹു അശറ വഹീന യുംസി അശറ അദ്റക്തു ശഫാഅത്തി യൗമൽ ഖിയാമ. രാവിലെ ആരാണ് എൻ്റെ പേരിൽ 10 സലാത്ത് ചെല്ലുന്നത്, വൈകുന്നേരം ആരാണ് എൻ്റെ പേരിൽ 10 സലാത്ത് ചെല്ലുന്നത്, അവർക്ക് എൻ്റെ ശഫാഅത്ത് ഉണ്ട് എന്നാണ്. അതുപോലെ ഒരാൾ ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്. ഏതാണത്? അല്ലാഹുമ്മ റബ്ബ ഹാദി ദഅവത്തി താമ വസ്സലാത്തുൽ ഖായിമ ആതി മുഹമ്മദിൽ വസീലത വൽ ഫളീല വബസു മകാമൻ മഹ്മൂദൻ ലദീ വഅത എന്ന പ്രാർത്ഥന പതിവാക്കിയവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ഉണ്ട് എന്നാണ്. അതുപോലെ തന്നെ മദീനയിൽ മരണപ്പെട്ടവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ശഫാഅത്ത് ഉണ്ട്. അതുപോലെ സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുന്നവർക്ക് എൻ്റെ ശഫാഅത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഇത്തരം കർമ്മങ്ങളൊക്കെയും മനസ്സിലാക്കിയും പ്രാവർത്തികമാക്കുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ സമ്പുഷ്ടമാക്കുകയും ചെയ്താൽ ഇൻഷാ അല്ലാഹ് നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിച്ചുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാകാനുള്ള മഹാഭാഗ്യം നമുക്ക് ലഭിക്കും. അതുകൊണ്ടുള്ള പരിശ്രമങ്ങളും ചിന്തകളും ശ്രമങ്ങളും ആത്യന്തികമായി നമ്മൾ വെച്ചു പുലർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. സമൂഹത്തിലുണ്ടാകുന്ന അന്ധവിശ്വാസങ്ങളെക്കുറിച്ചും അനാചാരങ്ങളെക്കുറിച്ചും വ്യക്തമായ ബോധവും അറിവും ഉണ്ടാകുക. ശഫാഅത്ത് കൊടുക്കാനുള്ള അർഹത എല്ലാവർക്കുമില്ല. അള്ളാഹുവിനുള്ള പ്രത്യേക അനുമതി ഉണ്ടായിരിക്കണം. മാത്രവുമല്ല, ആർക്കും വേണ്ടിയിട്ടാണോ ശഫാഅത്ത് ചെയ്യുന്നത് അവർക്കും അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടായിരിക്കണം എന്നുള്ള ആത്യന്തികമായ അറിവ് നമ്മൾ വെച്ച് പുലർത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മുടെ വിശ്വാസം നേരെ ചൊവ്വയാക്കുക, തൗഹീദിൽ അധിഷ്ഠിതമാക്കുക, സുന്നത്തിനോട് പ്രത്യേകമായ ഒരു സ്നേഹം കാണിക്കുക. എല്ലാ തരത്തിലുള്ള വിദഗ്ധകളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പൊങ്ങച്ചങ്ങളും വെടിഞ്ഞ് ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കും. കൊടുത്തു തീർക്കാനുള്ള മറ്റുള്ളവരുടെ അവകാശങ്ങൾ കൊടുത്തു തീർക്കുക. മാപ്പ് ലഭിക്കേണ്ടവരുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ മാപ്പ് കൊടുക്കുക. മാപ്പ് നമ്മൾ ചോദിക്കേണ്ടവരുണ്ടെങ്കിൽ അവരോട് നമ്മൾ മാപ്പ് ചോദിക്കുക. ഇഖ്ലാസോട് കൂടിയും പ്രതിഫലിച്ചു കൊടുക്കുകയും പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവേ, സാധാ മരുന്നുകൾ കൊണ്ട് മാറാത്ത രോഗങ്ങൾ, എപ്പോഴും മരുന്നുകളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന മഹാരോഗങ്ങൾ, അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ എന്നിവയ്ക്ക് തൊട്ട് നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കുകയാണ്. അല്ലാഹുവേ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, അതുപോലെ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് വ്യതിചലിച്ച് മരിക്കേണ്ടി വരുന്ന ദുര്യോഗമായ അവസ്ഥകൾ എന്നിവയ്ക്ക് തൊട്ട് നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കുകയാണ്. ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയം യക്കീനോടുകൂടി ദൃഢതയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തണമേ. നമ്മുടെ മാതാപിതാക്കൾക്കും നീ ദീർഘായുസ്സും, ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആരോഗ്യസൗഖ്യവും ഹിദായത്തും പ്രദാനം
പ്രദാനം ചെയ്യണമേ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നിൻ്റെ വിശാലമായ മകപ്പുറത്ത് പോയി അവരെയും നമ്മളെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ. അല്ലാഹുവേ, നമ്മുടെ ഭാര്യമാരിലും കുട്ടികളിലും നീ ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. നമ്മളാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് നീ ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. الحمد لله رب العالمين.